പാട്ടുകാരി ആവാൻ ഇഷ്ടാണ്. പിന്നെ സിനിമ നടി ആവാൻ ഇഷ്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് നവംബർ 14 അല്ലെ. ഇന്ന് സെലിബ്രേഷൻ ആയിരുന്നു. പലയിടങ്ങളിലും പല രീതിയിൽ സ്വീറ്റ്സ് ഒക്കെ കിട്ടി കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ ചിൽഡ്രൻസ് ഡേ വീക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച മുഴുവൻ ജീവിതം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ തകർത്തുകൊണ്ടിരിക്കുന്ന കുറേയധികം കുട്ടികളെ പരിചയപ്പെട്ടു. ഇന്നും അങ്ങനെ ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറാണ്. ആ കുട്ടി നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. എന്താണ് ചെയ്യാത്തത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ആരാണ് ആ സോഷ്യൽ മീഡിയ കുട്ടി ഇൻഫ്ലുവൻസർ? അറിയാം, കൃത്യം ഒരു പാട്ടിനപ്പുറത്ത് ജോഷ് ജംഗ്ഷനിലൂടെ. ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ മോർ ദാൻ 71K ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകാരിയാണ്. നന്നായിട്ട് കോമഡി സ്കിറ്റുകളൊക്കെ ചാനലുകളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഡാൻസും ചെയ്യും. റാനിയ റഫീഖ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് റാനിയുടെ വീട്. ഇപ്പം അടുത്ത കാലത്ത് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് പാടുകയോ, അതായത് ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ വീഡിയോ. സാധാരണ വലിയ വലിയ സിംഗേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഈ കുട്ടി ഇങ്ങനെ പാടി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ആളുകളോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് പാട്ട് പാടുന്ന വേറെ ലെവലൊരു വീഡിയോ ആണ്. കദളി ആ പാട്ടാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വൈറൽ സിംഗർ ജോയിൻ ചെയ്യുന്നുണ്ട് കൃത്യം 2 പാട്ടുകൾക്കപ്പുറത്ത്. ഇപ്പം എൻ്റെ കൂടെയുള്ളത് ഒരു കുട്ടിയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, പാട്ടുകാരിയാണ്, ആക്ടറാണ്. എന്താ അല്ലാത്തത്? തളിപ്പറമ്പിലാണ് കുട്ടിയുടെ വീട്. പേര്? ഹലോ. കഴിഞ്ഞൊരു ദിവസം പാട്ടുപാടി തകർത്തല്ലോ അല്ലേ? ഏത് പാട്ടായിരുന്നു ഇത്? കദളി കൺകദളി ചെൻകദളി പൂവേണോ, അത് കവിളിൽ പൂമരമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. അടിപൊളി അടിപൊളി. എല്ലാവരും നല്ല സൂപ്പറാന്ന് പറഞ്ഞല്ലേ? വൈറലായി ആ വീഡിയോ. ആ വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. റാനിയ റഫീഖാണ് ഇപ്പോൾ ജോഷ് ജംഗ്ഷനിൽ എൻ്റെ കൂടെ ഉള്ളത്. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. പുറത്തിറങ്ങുമ്പോ ആൾക്കാർ പറയുമോ ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിക്കുവോ? എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോ ആളുകൾ ചോദിക്കുന്ന ഉറപ്പാണ്? ചോദിക്കുന്ന ഉറപ്പാണ്, ഇടയ്ക്കിടയ്ക്ക്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? ഞാൻ പുല്ലാനോട് LP സ്കൂളിൽ 2ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. അപ്പൊ പാട്ട് മാത്രമല്ലല്ലോ അല്ലേ? പാട്ട് പാടും, ഡബ് ചെയ്യും, അഭിനയിക്കും. അതെ. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഈ കൂട്ടത്തില്? എനിക്ക് പാട്ടും ഇഷ്ടമാണ്, അഭിനയം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടം എനിക്ക്. അപ്പൊ അങ്ങനെയുള്ള റാനിയെ കുട്ടി ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. കൃത്യം 4 പാട്ടുകൾക്കപ്പുറത്ത് ജോഷ് ജംഗ്ഷനിലൂടെ. സോഷ്യൽ മീഡിയയിലെ കുട്ടി ഇൻഫ്ലുവൻസർ റാനിയ റഫീഖ്, നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പുകാരി, 2ാം ക്ലാസ്സുകാരി, ഇപ്പൊ കൂടെയുണ്ട്. വലുതാവുമ്പോ ആരായി തീരാൻ ആഗ്രഹിക്കുന്നേ? എനിക്ക് പാട്ടുകാരി ആവാൻ ഇഷ്ടാണ്, പിന്നെ സിനിമ നടി ആവാൻ ഇഷ്ടാണ്, പിന്നെ ഡാൻസുകാരി ആവാൻ ഇഷ്ടാണ്. എല്ലാം ഉണ്ട്, ഓൾറൗണ്ടർ ആണ്. അതെ. ഇന്നിപ്പോ ചിൽഡ്രൻസ് ഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു സെലിബ്രേഷൻ? ഇന്ന് 2 പരിപാടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി പാട്ട് പാടിയോ? പാട്ട് പാടി. പിന്നെ ആരാണ് ഈ പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്നെ ഉപ്പയും പഠിപ്പിക്കും, ഉമ്മയും പഠിപ്പിക്കും. ഉമ്മ എനിക്ക് പഠിപ്പിച്ചൊരു ഉപ്പ എന്നെ പാടിപ്പിക്കും. ഉപ്പ പാടുവോ നന്നായിട്ട്? പാടും. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, പാടും. കുഴപ്പമില്ല. അപ്പൊ ഇനിയും പാട്ട് പാടിയിട്ട് കുറെ പാട്ടുകളൊക്കെ വൈറലാവട്ടെ. ഒരു നല്ല പാട്ടുകാരിയും ഡാൻസറും ആക്ടറും ഒക്കെ ആയി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ആവണം. താങ്ക് യു. ശരി, എന്നാലും രമേശാണ് കൂടെ ജോഷ് ജംഗ്ഷനുമായി ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.